നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ അങ്കിൾ, ഞാൻ ഇറങ്ങാൻ പോവാ. ഏയ് അത് കുഴപ്പമില്ല അങ്കിൾ, ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്കിൾ വരണമെന്നില്ല, ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. വേറെ എവിടേക്ക് പോവാനുണ്ടെന്ന് പറഞ്ഞല്ലേ രഘുവേട്ടൻ നേരത്തെ ഇറങ്ങിയത്? എന്നിട്ടിപ്പോ ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചത് ദാസങ്ങളാണല്ലോ. ദാസങ്ങൾ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റും അമ്പിളി. അവിടെ കയറിയിട്ട് വേണം വേറെ കാര്യങ്ങൾക്ക് പോവാൻ. അപ്പോ ആദ്യം പോകുന്നത് ദാസങ്ങളുടെ വീട്ടിലേക്കല്ലേ? ഞാനും ലച്ചുമോളും പെട്ടെന്ന് റെഡിയായിട്ട് വരാം. ഞങ്ങള് അങ്കിളിന്റെ വീട്ടിൽ നിന്നോളാം. എന്റെ അമ്പിളി, എനിക്ക് ടൈം ഇല്ലെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നിനക്കെപ്പോഴും എന്റെ കൂടെ വരണമെന്ന് എന്താ എത്ര നിർബന്ധം? ഞാൻ നിങ്ങളുടെ കമ്പനിയിലെ ജോലിക്കാരിയാണെങ്കിൽ എല്ലാ ദിവസവും വന്നല്ലേ പറ്റൂ. അങ്ങനെ കണക്കൂട്ടിയാ മതി. രഘുവേട്ടനെ തനിച്ചു വിടാൻ എനിക്കിപ്പോ പേടിയാ. നീ പേടിക്കണ്ടടി, എന്നെ ആരും തട്ടിക്കൊണ്ട് പോകുന്നില്ല. എന്നെ നോക്കാൻ എനിക്കറിയാം. രഘുവേട്ടനെ ആരും തട്ടിക്കൊണ്ടു പോവില്ല എന്ന് എനിക്കറിയാം. എന്റെ പേടി രഘുവേട്ടൻ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലോ എന്ന്. നീ ഒരു കാലത്തും നന്നാവില്ല അമ്പിളി. ഞാൻ ഒരുവിധം രക്ഷപ്പെട്ട് വരുമ്പോഴാ എപ്പോഴും നിന്റെ സംശയരോഗം കൂടുന്നേ. ഞാൻ എന്നും ദരിദ്രവാസിയായിട്ട് ജീവിച്ചാലേ നിന്റെ സംശയരോഗം മാറുള്ളൂ. രഘുവേട്ടൻ രക്ഷപ്പെട്ടതേ എന്റെയും കൂടെ പ്രാർത്ഥന കൊണ്ടാ. ഏതൊരു ഭാര്യയും ഭർത്താവ് നല്ല നിലയിൽ എത്താനേ ആഗ്രഹിക്കൂ. പക്ഷേ കാശും പദവിയും കിട്ടുമ്പോ പല ആണുങ്ങളുടെയും സ്വഭാവം മാറും. രഘുവേട്ടൻ ഇപ്പൊ ആ കൂട്ടത്തില്. ഒന്നുമില്ലാത്തപ്പോ ഞാൻ വേണം. തിരക്ക് കൂടിയപ്പോ ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടിയാ മതിയെന്ന ചിന്തയാ നിങ്ങക്ക്. എന്റെ അമ്പിളി, നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്റെ കൂടെ വരണോ? എങ്കിൽ പെട്ടെന്ന് ഇറങ്ങ. ഞാൻ നിന്നെ കമ്പനിയിൽ വിട്ടിട്ട് എന്റെ കാര്യങ്ങൾക്ക് പൊക്കോളാം. അയ്യോ വേണ്ടായേ. ക്ഷണിക്കുന്നത് കേൾക്കുമ്പോഴേ അറിയാം ഈ ഒഴിയാബാധ എവിടെയെങ്കിലും കൊണ്ടുപോയി തളയ്ക്കാനാണെന്ന്. നിങ്ങളുടെ സന്തോഷം കളയാനൊന്നും ഞാൻ വരുന്നില്ലേ. സമാധാനത്തോടെ പൊയ്ക്കോളൂ. പൊയ്ക്കോ. ശകനം മുടക്കം വേറൊരുത്തം വരുന്നുണ്ട്. നല്ല കണിയാ. ഇവനെ കണ്ടിട്ട് പോയാൽ രഘുവേട്ടന്റെ ഒരു കാര്യവും നടക്കില്ല. അമ്മാവനില്ലേ അമ്പിളി? ഇല്ല, അച്ഛൻ അനുവിനെ കൊണ്ടുവിടാൻ പോയി. രഘുവേട്ടൻ ഇവിടെ നിൽക്കി. ഞാൻ ഭാനുമയോട് പറയാം. അവരെന്തെങ്കിലും പറഞ്ഞ അവനെ ഒഴിവാക്കും. ചീരു, നീ എന്തായി കാണിക്കുന്നേ? ഇതൊന്നും ചെയ്യാൻ ഇവിടെ വേറെ ആരുമില്ലേ? എന്റെ ചിരു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഇപ്പൊ ഇത്തരം ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ കുഞ്ഞിനാ അതിന്റെ ദോഷം. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കൂടെ കൂടെ ഇങ്ങോട്ട് കയറി വന്ന് എന്നെ ശല്യം ചെയ്യരുതെന്ന്? ഇതെന്തൊരു കഷ്ടം ഇത്. എന്താ വിനയ, രാവിലെ തന്നെ നിനക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ വന്നത് അച്ഛനെ കണ്ടൊരു കാര്യം പറയാനാ. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചീരുവിനെ കഷ്ടപ്പെടുന്നതിനെ കുറിച്ചാ. 9 മാസം ഗർഭിണിയായ ചീരുവിനെ കൊണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ വിഴുപ്പലക്കിക്കാൻ നാണമില്ലേ അമ്പിളി ചേച്ചി? ദേവനയ, നീ കാര്യം അറിയാതെ ഓരോന്ന് വിളിച്ച് പറയരുത്. ഇവിടെ തുണി കഴുകുന്നത് വാഷിംഗ് മെഷീനില്ല. ഭാനുവും അത് ചെയ്യുന്നതിനിടയിൽ ചീരു അത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിരിക്കാൻ കൊണ്ടുവന്നതാ. ഇതൊക്കെ എന്തിനാ ചെയ്യാളെ ബോധ്യപ്പെടുത്തുന്നേ? എന്റെ വീട്ടിൽ വെച്ച് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. നിങ്ങൾ ആരാത് ചോദിക്കാൻ? ആദ്യം സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക്, എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കും. മറ്റുള്ളവരോ? നീ എന്താ ചീരു ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്നെ തള്ളി പറഞ്ഞാലും നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലാതാവുന്നില്ലല്ലോ.
രഘുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇത് എന്ത് പണിയാ രഘുവേട്ടാ? നിങ്ങളുടെ ഡ്രസ്സ് അലക്കി തേച്ച് തരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാര്യയുടേതല്ലേ? ഗർഭിണിയായ എന്റെ ഭാര്യയെ കൊണ്ട് ജയിക്കുന്നത് എവിടുത്തെ മര്യാദയാ?